ഒരു പൊതിച്ചോറിൽ നിന്നുമാണ് കോട്ടയം സ്വദേശി PU തോമസ് ലക്ഷക്കണക്കിന് പേർക്കുള്ള ഭക്ഷണ വിതരണത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് പതിവ് തെറ്റാതെ കോട്ടയം മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും കുട്ടികളുടെ ആശുപത്രിയിലും ഭക്ഷണം എത്തിക്കുന്നുണ്ട്. തോമസ് ചേട്ടന്റെ നവജീവൻ ട്രസ്റ്റ് കമ്മ്യൂണിറ്റി കിച്ചന്റെ പേര് പറഞ്ഞ് പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടരുതെന്നാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്. ഒരു പൊതിച്ചോറിൽ നിന്ന് തുടങ്ങിയതാണ് നവജീവന്റെ ഭക്ഷണ വിതരണം. അത് 100ഉം 1000ഉം 10,000ഉം ലക്ഷവും പിന്നിട്ട് കോടിക്കണക്കിന് പേരുടെ വയറ് നിറയ്ക്കാൻ സഹായകരമായിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നവജീവൻ ട്രസ്റ്റിൻ്റെ PU തോമസ് ചേട്ടനാണ്. തോമസ് ചേട്ടൻ ഇപ്പോൾ എനിക്കൊപ്പം ചേരുകയാണ്. എങ്ങനെ തുടങ്ങിയതാണ് ഈ പദ്ധതി? ഞാൻ 1966 വയറുവേദനയായിട്ട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ കിടന്നപ്പോൾ ഒരു രാമേന്ദ്രന് കരയുന്നു, വിശന്നിട്ട് കരയുന്നു, സഹായിക്കാൻ ആളില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു പൊതി ചോറും കൂടെ കൊണ്ട് കൊടുത്ത് രാമേന്ദ്രന് കൊടുത്തു. അങ്ങനെ രാമേന്ദ്രന് എല്ലാ ദിവസവും ഭക്ഷണം കൊടുത്തുകൊണ്ട് രാമേന്ദ്രനെ പോലെ പലരും ഉണ്ടാകും. രാമേന്ദ്രൻ മരിച്ചുപോയി, ഞാൻ സുഖമായി. ഞാൻ പിന്നെ പഠിത്തമൊക്കെ നിർത്തി എന്നും ആശുപത്രിക്കകത്തൂടെ നടന്ന് കൊച്ചു കൊച്ചു സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജോലി കിട്ടി ഹോസ്റ്റലിൽ. ആ ജോലി കിട്ടിയപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് മിച്ചം വരുന്ന ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കാൻ എനിക്ക് സാധിച്ചു. ആ ഭക്ഷണ വിതരണം അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ 1980 എനിക്ക് മെഡിക്കൽ കോളേജ് ജോലി സ്ഥിരമായി കിട്ടി ആശുപത്രി. അപ്പോൾ 70 മുതലുള്ള മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരുന്നു. പിന്നെ അവിടെ ഡോക്ടർമാരായിട്ട് പലരും. അപ്പോൾ അവിടെ വരുന്ന അനാഥ രോഗികൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്യാനായിട്ട് സാധിച്ചു. 1980 ജോലി സ്ഥിരമായപ്പോഴത്തേക്കും അന്നേരമാണ് മെഡിക്കൽ കോളേജിൻ്റെ വേസ്റ്റ് വാരി തിന്നുകൊണ്ട് കിടക്കുന്ന സാധുവായ ഗർഭിണി സ്ത്രീയുടെ അവസ്ഥകൾ. അവരെ ആ കുഴിയിൽ നിന്ന് കയറ്റി അവരെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ വിദ്യാർത്ഥികളായ പെൺകുട്ടികൾ കുളിപ്പിച്ച് വൃത്തിയാക്കി തന്നു. അങ്ങനെ അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ചികിത്സിച്ച് സുഖമായപ്പം അവരെ കൊണ്ടുപോകാൻ മാർഗ്ഗമില്ല. ഇതിനിടയ്ക്ക് അവരെ വഴിയിലിരുത്തി നമ്മൾ 3 മാസം നോക്കി. അങ്ങനെ പ്രസവത്തിൻ്റെ സമയമായപ്പോൾ പ്രസവമുറിയിൽ എത്തിച്ച് അവർ പ്രസവിച്ചു. ഇവർക്ക് സൈക്കാട്രി കൂടി ഇറങ്ങിപ്പോയി. ആ കൊച്ചിനെ ആരും കൊണ്ടുപോയി. പിന്നെ ഇവരെ വഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാണ് പിന്നെ നമ്മൾ ആശുപത്രിയിൽ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിറ്റ് ചെയ്തു. അന്നത്തെ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഡോക്ടേഴ്സും നമ്മളോട് ഭയങ്കര സഹായം. അവർ ചികിത്സിച്ച് സുഖമായപ്പം അവർ രാജസ്ഥാൻകാരി മനുഭായി അവരെ കൊണ്ട് ആക്കാൻ സ്ഥലമില്ല, വഴിയിലിറക്കി വിടരുതെന്ന് പറഞ്ഞൊരു ഭയങ്കര കരച്ചിലായി. കാലെ പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. പിന്നെ അന്നത്തെ ഡോക്ടർമാരുടെ സഹായത്തോടെ അവരെഴുത്തൊക്കെ തന്ന് തിരുവനന്തപുരം മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ആക്കാൻ പറഞ്ഞു. പ്രായമുള്ളൊരു ചേച്ചിയും കൂട്ടി അന്നത്തെ 2 മെഡിക്കൽ സ്റ്റുഡൻസിനെയും കൂട്ടി തിരുവനന്തപുരം മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അന്നത്തെ ഹോസ്പിറ്റലിലെ അവസ്ഥ കണ്ടപ്പോഴത്തേന് ഒത്തിരി വിഷമം തോന്നി ഇവരെ ഇട്ടേച്ച് പോരുന്ന കാര്യം. ഞാൻ പോരാൻ തുടങ്ങിയപ്പോൾ അവർ കാലെ പിടിച്ച് കരയാൻ തുടങ്ങി, എന്നെ ഇട്ടിട്ട് പോകരുതേന്ന്. ഞാൻ മസാല ദോശ മേടിച്ചുകൊണ്ട് വേഗം വരാമെന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അവരോട് തോന്നിയ സങ്കടത്തിലാണ് പിന്നെ ഈ തെരുവിലലയുന്ന മാനസികരുകളെ കാണുമ്പോൾ സങ്കടം വരുന്നത്. അങ്ങനെയാണ് നവജീവൻ ട്രസ്റ്റിൻ്റെ തുടക്കം. അങ്ങനെ കോട്ടയത്ത് വന്നതിന് ശേഷം കോട്ടയത്തൂടെ ഒരുപാട് വർഷം പുറകോട്ടാണ് റിവേഴ്സ് അബു ജഡായി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജെയിംസിയായിട്ട് ബോംബെക്കാരൻ അരവിന്ദൻ ഇവരെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ചികിത്സിച്ച് സുഖമായപ്പം വീട്ടുകാർക്ക് വേണ്ടാതെ വന്നപ്പം ഈ കഴിഞ്ഞ മന്ത്രിസഭയിലെ കഴിഞ്ഞവിടെ ഉണ്ടായ വിരമിച്ച സൂപ്രണ്ട് സ്ഥാനത്ത് വിരമിച്ച ഡോക്ടർ ജയകുമാർ അവർ ഒരു ലോഡ്ജിൽ താമസിക്കുക, PC ലോഡ്ജാണ്. അവരെല്ലാം സ്റ്റുഡൻസാണ്. അവരുടെ 2-3 മുറി ഒഴിവായി കിട്ടിയപ്പം ഈ 3 പേരെ അവിടെ താമസിച്ച ആ മുറിക്കിട്ട പേരാണ് നവജീവൻ. അങ്ങനെ ഇപ്പോൾ നവജീവൻ്റെ നേതൃത്വത്തിൽ എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്? ഏതൊക്കെ സമയങ്ങളിൽ കൊടുക്കുന്നുണ്ട്? കോട്ടയം മെഡിക്കൽ കോളേജ് സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റ് രാവിലെ 7 മണിക്ക് മുമ്പ് എല്ലാവർക്കും വയറ് നിറയും ഭക്ഷണം. അവരൊത്തിരി മരുന്ന് കഴിക്കുന്നതാണ്, മാനസിക രോഗമില്ല, അവർക്ക് ഭയങ്കര വിശപ്പാണ്. ഉച്ചയ്ക്ക് ഡയാലിസിസുകാർക്കെല്ലാം സ്പെഷ്യലായിട്ട് ഭക്ഷണം കൊടുക്കുക, വന്നുപോയി ഡയാലിസിസ്. വൈകുന്നേരം മെഡിക്കൽ കോളേജിലെ മുഴുവൻ പേർക്കും ചോറും കറിയും ചൂടുവെള്ളവും കൊടുക്കും. കുട്ടികളുടെ ആശുപത്രി അതേപോലെ ഉച്ചയ്ക്കും വൈകിട്ടും കൊടുക്കണം. ജില്ലാ ആശുപത്രി, ജില്ലാ ആയുർവേദം, ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ഇതേപോലെ വൈകുന്നേരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നവജീവൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന, ആ സംഘടനയിലൊക്കെ ബോർഡ് വെച്ചും ബാനർ വെച്ചും ഇങ്ങനെ ഭക്ഷണം വിതരണം ചെയ്യേണ്ടതില്ലെന്നാണ് മന്ത്രിയുടെ ഉത്തരവ്, അല്ലെങ്കിൽ മന്ത്രി പറയുന്നത്. ഇതിനെ എങ്ങനെ നോക്കിക്കാണും? ഇത് എന്ത് ബാനറാണേലും എന്ത് ബോർഡാണേലും ആളുകൾക്ക് ഉപകാരമുള്ള കാര്യമാണ്. ആളുകൾക്ക് ഈ ഭക്ഷണം ഒരു ഉപകാരം. ഇപ്പം നമ്മുടെ ഭക്ഷണം നിർത്താൻ പറഞ്ഞാൽ നമ്മൾ നിർത്തും, പക്ഷേ ജനങ്ങൾക്കതൊരു സങ്കടകരമായ കാര്യമായിരിക്കും. കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണം കൊടുക്കാമെന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞത്. അതൊക്കെ പ്രായോഗികമാവുമോ? അതിപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണം കൊടുക്കാമെന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അതേക്കുറിച്ച് ഒരു കാലം 1968 കാലഘട്ടം മുതൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ പ്രായോഗികമാകുന്ന ഒരു കാര്യമാണോ? ഇത് പ്രായോഗികമാകുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ കൊണ്ടുവന്നിട്ട് ഈ 10,000 പേർക്ക് ഭക്ഷണം അവിടെ ഉണ്ടാക്കി എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരൊറ്റ അടുക്കളയാണ്.
10,000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാവുന്ന അടുക്കളയാണ്. ആ അടുക്കള ഭക്ഷണം ഉണ്ടാക്കിയാണ് ഈ 5 ആശുപത്രിയിലേക്കും പോകുന്നത്. പാവങ്ങളുടെ ഭക്ഷണം മുടക്കരുതെന്നാണോ തോമസ് ചേട്ടന് പറയാനുള്ളത്? ഒരു കാരണവശാലും ഭക്ഷണം മുടക്കരുത്. തോമസ് ചേട്ടനെ പോലെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഒരുപാട് പേരുടെ സഹായത്താലാണ് ഈ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യാൻ കഴിയുന്നത്. അതിന് വിഘാതമാകുന്ന ഒന്നും മന്ത്രിയുടെ ഭാഗത്തൊന്നും ഉണ്ടാവരുതെന്നാണ് ഇവരെപ്പോലുള്ളവർക്ക് പങ്കുവയ്ക്കാനുള്ളത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.